നോക്കട്ടെ. അയ്യോ, നിഷ്കളങ്കതയില്ല എന്റെ മുഖത്ത്. ക്യാമറയാണ്, മാജിക് അല്ല, ഉള്ളതേ കിട്ടൂ. ഇത് എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? ഞാൻ നാട്ടിലെ ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിച്ചു. ചിഹ്നം മീൻ ചേട്ടല മീൻ. ഞെട്ടിയില്ലേ? ഈ ഞെട്ടലാണ് നാട്ടുകാർക്കും വേണ്ടത്. എന്നെ പോലെ എല്ലാം തികഞ്ഞ ഒരു യുവതി ഇലക്ഷന് മത്സരിക്കുന്നു പറയുമ്പോ എല്ലാ വോട്ടും കിട്ടും. എന്നിട്ട് വേണം ജയിച്ചൊരു മന്ത്രിയെ നിങ്ങളെ മുമ്പിൽ കിടന്ന് എനിക്ക് വിലസാൻ. പഞ്ചായത്ത് ഇലക്ഷൻ അതേപോലെ രാഷ്ട്രീയം അറിയില്ലെങ്കിൽ അതിനെ കുറിച്ച് പറയണ്ട. മന്ത്രിയായിട്ട് വേണം എനിക്ക് പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കാൻ. പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചു നീ എങ്ങനെ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കും? നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ? ഗൾഫില്. പെട്രോളിനും ഡീസലും വരുന്നത് എവിടുന്നാ? ഗൾഫിന്ന്. അപ്പൊ ഞാൻ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് അങ്ങനെ തട്ടും. ഭയങ്കരം. ഇത് മാത്രല്ല, എന്നിൽ വേറൊരു ഐറ്റം ഉണ്ട്. കേരളത്തിൽ പുര നിറഞ്ഞു നിൽക്കുന്ന യുവതി യുവാക്കളുടെ കറക്റ്റ് പങ്കാളി കണ്ടെത്താൻ ഞാൻ സഹായിക്കും. അങ്ങനെ ഒരു സമ്പൂർണ്ണ വിവാഹിത കേരളമാണ് ഞാൻ കണ്ട സ്വപ്നം. അത് നീ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ അത് ഓൾറെഡി കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. എവിടുന്ന്? എടി എംപർമാരി വന്നതിന് ശേഷം കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് വേണ്ട പാർട്ണറെ കണ്ടെത്തി കല്യാണം കഴിച്ച് പോകുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ നല്ല രീതിയിൽ കല്യാണം നടക്കുന്നുണ്ട്. അവരിത് ചെയ്തു എന്ന് ചേട്ടാ. എന്നെ അവരെ ഒന്ന് പരിചയപ്പെടുത്തിട്ട് ഒരു ടൈപ്പാക്കി കഴിഞ്ഞാൽ അവരുടെ കടുത്ത് നമുക്ക് എടുക്കാമല്ലോ. അത് വേണം ചെയ്യാൻ. കാരണം അവർ ഇവിടെ 29-ാം തീയതി നമ്മുടെ ഹോട്ടലിൽ വരുന്നുണ്ട്. വൈകിട്ട് 4 തൊട്ട് 9 വരെ അവരിവിടെ ഉണ്ട്. അവരെ നേരിട്ട് കണ്ട് സെറ്റപ്പ് ചെയ്യാന്ന് മാത്രമല്ല, ആ 2 ദിവസം 29-നും 30-നും അവിടെ വന്ന് സെറ്റ് ആവണ കല്യാണത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ് നമുക്ക് എടുക്കാം. അതും കൂടി സംസാരിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരാ? മുഖ്യമന്ത്രി വരെ ആവും ഞാൻ. പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചിട്ട് മുഖ്യമന്ത്രി അല്ല, നീ പ്രസിഡന്റ് വരെ ആവാം. പക്ഷെ മുഞ്ചേട്ടാ, ഞാൻ എത്ര വളർന്നാലും മുഞ്ചേട്ടാ എന്റെ തൊട്ട് സൈഡിൽ തന്നെ വേണം. അതെന്ത് മക്കളെ അങ്ങനെ പറഞ്ഞത്? കേരളത്തിൽ നിങ്ങളുടെ എത്ര നന്നായിട്ട് മൈക്ക് അനൗൺസ്മെന്റ് വേറെ ആരെ നടത്താള്? നിങ്ങൾ അനൗൺസ് ചെയ്യണല്ലോ.